നമസ്കാരം. മീഡിയ വൺ കോൾ സെന്ററിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഹെർണിയ അഥവാ കുടലിറക്കം എന്ന വിഷയമാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. വയർഭിത്തി ദുർബലമാകുന്നിടത്ത് ദ്വാരത്തിലൂടെ കുടലോ മറ്റ് അവയവങ്ങളോ തള്ളി വരുന്നതാണ് ഹെർണിയ. സ്ത്രീകളിലും പുരുഷന്മാരിലും ഹെർണിയ എവിടെയാണ് വരുന്നത്? കുട്ടികളിൽ ഹെർണിയ വരാൻ സാധ്യതയുണ്ടോ? ഹെർണിയ അഥവാ കുടലിറക്കം വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇതിനുള്ള ചികിത്സകൾ എന്നൊക്കെയാണ് ഇന്ന് കോൾ സെന്റർ ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് സംശയങ്ങളുണ്ടാകും. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. താഴെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇന്ന് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മളോടൊപ്പം മണാശ്ശേരി KMCT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ ഹഫ്സ സാലിം ദാബർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഹെർണിയ? ഹെർണിയ എന്ന് പറഞ്ഞാൽ കുടലിറക്കം അഥവാ വയർഭിത്തിയുടെ ദുർബലം കാരണം അല്ലെങ്കിൽ പ്രഷറിൻ്റെ കൂടുതൽ കാരണം കുടൽ പതുക്കെ ഇറങ്ങി വരിക, അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഇതിലേക്ക് ഇറങ്ങി വരിക. പല വയറിൻ്റെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് കാണാം. ഒന്ന് സ്ത്രീകളിൽ പൊതുവെ പൊക്കിൾ, ഒടിയിൻ്റെ ഭാഗം, അവിടെ കാലും വയറും ചേർന്ന ഒരു ഭാഗത്തിൻ്റെ ആ ഭാഗങ്ങളിലും, പുരുഷന്മാരിൽ കൂടുതലും ഒടിയിൻ്റെ ഭാഗത്തായിട്ടാണ് കണ്ടുവരുന്നത്. ഇതാണ് ഹെർണിയ എന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വന്നാൽ പറയേണ്ടത്. ഈ പലതരത്തിലുള്ള ഹെർണിയകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അതെ, വയറിൻ്റെ തന്നെ ഹെർണിയകൾ എന്ന് നമുക്ക് പേരെടുത്ത് പറയാൻ അംബലിക്കൽ ഹെർണിയ, പൊക്കിളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഹെർണിയ, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് പൊതുവെ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണാം. സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുക. പിന്നെ ഒടിയിൻ്റെ ഭാഗത്തിൽ വരുന്ന ഇൻഗ്വൈനൽ ഹെർണിയ, സ്പൈജീലിയൻ ഹെർണിയ, മസിലുകളുടെ ഇടയിലൂടെ വരുന്ന ഹെർണിയ, ഡയഫ്രമാറ്റിക് ഹെർണിയ, കുട്ടി ജനിച്ച ഉടനെ വരുന്ന ഡയഫ്രം, നമ്മുടെ നെഞ്ചും വയറും ബന്ധിപ്പിക്കുന്ന ഒരു കുട പോലെ ഒരു ഡയഫ്രം എന്ന് പറഞ്ഞൊരു മസിലുണ്ട്. അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കാരണം കുടലെല്ലാം നെഞ്ചിലേക്ക് കയറിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഡയഫ്രമാറ്റിക് ഹെർണിയ. അങ്ങനെ കുറേ ഹെർണിയകൾ കാണാറുണ്ട്. ഡോക്ടർ, അപ്പോൾ ഇതിന് പ്രായമൊന്നുമില്ല? ഇല്ല, ജനിക്കുന്ന കുട്ടികൾക്ക് വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ജനിച്ച കുട്ടി മുതൽ, ചെറിയ കുട്ടികളിൽ മുതൽ വയസ്സായ ആളുകളിലോ അല്ലെങ്കിൽ നോർമൽ അഡൾട്ട് ഏജിലെല്ലാം കണ്ടുവരാം. ജനറ്റിക് ആയിട്ടുള്ള കൺജനൈറ്റൽ ഹെർണിയ എന്ന് പറഞ്ഞത് കാണാം. പൊക്കിളിലോ അല്ലെങ്കിൽ മണിയിലേക്കോ കുട്ടികളുടെ ഇതിലേക്കോ കണ്ടുവരാം. കൺജനൈറ്റൽ ഹെർണിയ ഡയഫ്രമാറ്റിക് അല്ലെങ്കിൽ അംബലിക്കൽ പൊക്കിളുടെ ഭാഗത്തോ ഒക്കെ ആയിട്ടാണ് കണ്ടുവരിക. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ആൺകുട്ടികളിൽ എന്താ പറയുക, ഈ മണി എന്ന് പറയുന്നത് നമ്മുടെ വയറിലാണ് ഉണ്ടാവുക. ഒരു ഭ്രൂണമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് ആൺകുട്ടികളിൽ അത് പുറത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ആ പോകുന്ന വഴിയിലൂടെ ഹെർണിയ വരുമ്പോഴാണ് ഇൻഗ്വൈനൽ ഹെർണിയ ചെറിയ കുട്ടികളിൽ കാണുന്നത്. ഡോക്ടർ, നമുക്ക് ഹെർണിയ വന്നിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ഇത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ രോഗം കാണിക്കുന്നത്? ഹെർണിയ കുട്ടികളിൽ കാണുന്നത് ഒരു മുഴയായിട്ട് തന്നെയാണ് കാണുന്നത്. അഡൾട്ടിൽ ആ മുഴ ഒരു ഡയഫ്രമാറ്റിക് ഹെർണിയ ആണെങ്കിൽ ശ്വാസം തടസ്സം തന്നെ ജനിച്ച കുട്ടിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് കാണാം. അത് അല്ലാതെ പൊക്കിളുടെ ഹെർണിയ, ഈ പറഞ്ഞ ഇൻഗ്വൈനൽ ഹെർണിയ, ഇതൊക്കെ കാണുമ്പോൾ മുഴയായിട്ട് കാണാം. ഇനി അത് ചില സമയത്ത് തുടങ്ങുന്ന സമയമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലൊക്കെ ആകുമ്പോൾ വേദന ഉണ്ടാവാം. ചിലപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയി എങ്കിൽ ചുവപ്പ് നിറം, സ്കിന്നിന് റെഡ്നെസ് ഒക്കെ വരാം. ഇങ്ങനെയൊക്കെ ആയിട്ട് കാണാം. ഹെർണിയയുടെ പ്രത്യേകം സിംറ്റം ആയിട്ട് നമ്മൾ പറയാന്ന് വെച്ചാൽ ആദ്യം ഒരു മുഴ കാണുക, ഒരു എന്തെങ്കിലും ഒരു സ്ട്രെയിൻ ഉള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുമ്പോൾ അത് തിരിച്ചു പോവുക എന്നുള്ളൊരവസ്ഥ, റെഡ്യൂസിബിലിറ്റി എന്നാണ് നമ്മൾ പറയുക. അതാണ് ഏറ്റവും വലിയൊരു പ്രൂഫ് ഇത് ഹെർണിയ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. കുവൈത്തിൽ നിന്ന് ബിജു ആണ് വിളിക്കുന്നത്. ബിജു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 2 വർഷം മുമ്പേ ഇഞ്ചിനൽ ഹെർണിയക്ക് സർജറി ചെയ്തിരുന്നു. മെഷ് ഇംപ്ലാന്റ് ആണ് ചെയ്തത്. പറഞ്ഞോളൂ. അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ടുണ്ടോ എന്നൊരു സംശയം. 2 വർഷം മുന്നേ ഇൻഗ്വൈനൽ ഹെർണിയ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംശയം വരാൻ കാരണം? വേദനയാണോ അതോ എന്തെങ്കിലും മുഴ പോലെ തോന്നിയോ? എന്താണ് ഒരു ഡൗട്ടാണ് വീണ്ടും റിപ്പീറ്റ് ആവുന്നു. കാരണം ചെറിയ വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര വെയിറ്റ് വരെ ലിഫ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതായത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന ബാഗ്സും ഒക്കെ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, ആദ്യം സർജറി കഴിഞ്ഞൊരു 3 മാസം അതിൽ കൂടുതലൊന്നും വെയിറ്റ് റെസ്ട്രിക്ഷൻ അങ്ങനെ ഒന്നും പറയലില്ല. മെഷ് വെച്ച് സർജറി ചെയ്തതുകൊണ്ട് തന്നെ പൊതുവെ തിരിച്ചു വരാനുള്ള ചാൻസ് ഇല്ല. എന്നാൽ പോലും ഇൻഗ്വൈനൽ ഹെർണിയയിൽ ഓപ്പൺ സർജറി ആയിരുന്നോ താക്കോൽ ദ്വാരമായിരുന്നോ? കീഹോൾ സർജറി ആയിരുന്നു. പൊതുവെ റെക്കറൻസ് ചാൻസ് കുറവാണ് കീഹോൾ സർജറിയിൽ. എന്നാലും ഇൻഗ്വൈനൽ ഹെർണിയയിൽ ഒരു 40% പറയാറുണ്ട് റെക്കറൻസ് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട്. വേദനയില്ല, തടിപ്പില്ല എങ്കിൽ അതിനെക്കുറിച്ച് ബോധേഡ് ആവണ്ട എന്നാണ് പറയാനുള്ളത്. ഓക്കെ, നന്ദി ബിജു വിളിച്ചതിന്. തിരൂരിൽ നിന്ന് ഓരോ പ്രേക്ഷകർ കൂടി വിളിക്കുന്നുണ്ട്. നൗഷാദാണ് വിളിക്കുന്നത്. നൗഷാദ്, ഡോക്ടറോട് ചോദിച്ചോളൂ.
പറഞ്ഞോളൂ. ഹലോ. പറയൂ. ഹലോ. പറഞ്ഞോളൂ. ഹലോ. നൗഷാദ് കേൾക്കാമോ? ഹലോ. കേൾക്കുന്നുണ്ട്. ഹലോ. ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. തിരൂരിൽ നിന്നാണ് ഞാൻ. എനിക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കുറച്ചൊരു വീക്കുണ്ട്. അപ്പൊ ഞാൻ മിനിയാന്നാണ് ഡോക്ടറെ അടുത്ത് പോയിരുന്നത്. അപ്പൊ എപ്പോഴെപ്പോഴും ഒരു വേദന ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അങ്ങനെ വേദന ഉണ്ടാവൂല, അത് വേറെ എന്തെങ്കിലും ആവും എന്ന് പറഞ്ഞു. അപ്പൊ ദിനത്തോടെ അടുത്തായിട്ടൊരു കഴല ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് മിക്കവാറും ഹെർണിയന്റെ ആയിരിക്കാം എന്ന് പറഞ്ഞു. പുറത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ വേറെ ഡോക്ടറെ കാണിച്ചിട്ടില്ല. അപ്പൊ അതന്നെ ആണോ എന്ന് എനിക്ക് സംശയം ഒന്ന് വിളിച്ച. അതെ, പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ വീക്കം ഉള്ളപ്പോൾ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് പലപ്പോഴും മൂത്രം ഒഴിക്കാൻ ഒരു തടസ്സം അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള തടസ്സം കാരണം നമ്മൾ കുറച്ചൊരു സ്ട്രെയിൻ ചെയ്യുമല്ലോ. അപ്പോൾ ആ സ്ട്രെയിൻ മൂലം വയറിൻ്റെ വീക്ക്നെസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് സാധാരണമായിട്ടുള്ള 2 റിങ് ഉണ്ട് നമ്മുടെ വയറും തുടയും തമ്മിൽ ബാധിക്കും. അതിൽ കൂടെ ചെറുതായിട്ട് കുടലിറക്കം വരാം. തടിപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സർജനെ കാണിച്ച് നല്ല വേദനയൊക്കെ നല്ലതായിട്ട് അപ്പോൾ എന്തായാലും ഒരു സർജനെ കാണിച്ചിട്ട് അത് എന്താ പറയുക അതിനുള്ള ചികിത്സ തേടണം. പക്ഷെ പ്രോസ്റ്റേറ്റിന്റെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാവായിരിക്കും ഹെർണിയ ചെയ്യൽ നന്നാവുക. നന്ദി നൗഷാദ് വിളിച്ചതിന്. തിരൂരിൽ നിന്ന് സഫാൻ എന്ന പ്രേക്ഷകൻ കൂടി വിളിച്ചിട്ടുണ്ട്. സഫാൻ, ഡോക്ടറോട് ചോദിക്കാം. സാറേ, അംബ്ലിക്കൽ ഹെർണിയ വന്ന ഒരാളാണ്. വീണ്ടും അത് കോയിലിങ്ങിലൂടെ ചെയ്തത്. അത് ഇനി വീണ്ടും വരാൻ സാധ്യത ഉണ്ടോ? നമ്മൾ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ പ്രയാസം ഉണ്ടാവോ? എന്തിലൂടെ ചെയ്തത്? കോയിലിംഗ് രീതിയിലൂടെ. കീഹോൾ എന്നാണോ ഉദ്ദേശിച്ചത്? കീഹോൾ സർജറി ഇല്ല. കീഹോൾ സർജറി പൊതുവെ അംബലിക്കൽ ഹെർണിയയിൽ നമ്മൾ വലിയൊരു മെഷ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യല്. ഡിഫക്റ്റ് ക്ലോസ് ആ ദ്വാരം ക്ലോസ് ചെയ്തതിന് ശേഷം ഉള്ളിൽ വലിയൊരു മെഷ് വെക്കും. കീഹോൾ സർജറി കഴിഞ്ഞൊരു മാസമൊക്കെ അത്യാവശ്യം വെയിറ്റ് എടുക്കാതെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വീണ്ടും റെക്കറൻസ് ചാൻസ് വളരെ കുറവാണ് അംബലിക്കൽ ഹെർണിയയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്ദി സഫാൻ വിളിച്ചതിന്. ഡോക്ടർ, ഇപ്പോൾ ഇവരൊക്കെ ചോദിച്ചതുപോലെ തന്നെയാണ് ആദ്യത്തെ പ്രേക്ഷകന്റെ ചോദ്യത്തിൽ തന്നെ ചോദിക്കുകയാണ്. ഈ നമ്മൾ ഒരു തവണ ഹെർണിയ വന്ന് അതിന് ചികിത്സിച്ചിട്ട് വീണ്ടും അത് ഹെർണിയ വരാനുള്ള സാധ്യതയുണ്ടോ? വീണ്ടും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. ഹെർണിയ സർജറിയുടെ ഏറ്റവും വലിയ ഫസ്റ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെക്കറൻസ് ആണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ആധുനിക ചികിത്സാ രീതികളും പുതിയ മെഷുകളും അത് തുന്നാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസും എല്ലാം കൊണ്ട് റെക്കറൻസ് ചാൻസ് വളരെ കുറവാണ്. പിന്നെയും നമ്മൾ കെയർ കുറേ കൂടി പറയുന്നത് പോസ്റ്റ് ഓപ്പ്, അതായത് സർജറി കഴിഞ്ഞ ഇമ്മീഡിയറ്റ് ഒരു 15-20 മാസത്തിൻ്റെ ഒരു കാലയളവിൽ കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർമാർ സർജറി കഴിയുമ്പോൾ പറഞ്ഞു തരും. അതൊന്ന് സൂക്ഷിച്ചാൽ റെക്കറൻസ് ചാൻസ് വളരെ കുറവാണ്. പണ്ടത്തെ രീതികളെ വെച്ചിട്ട് നമ്മൾ വളരെ മുന്നോട്ടാണ് ഇപ്പോഴത്തെ ചികിത്സാ രീതികൾ. പണ്ട് മെഷ് പോലും വെക്കാത്തൊരു സർജറി രീതിയായിരുന്നു. ഇപ്പോൾ അവിടെ നിന്നെല്ലാം നമ്മൾ കുറേ മാറിയിരിക്കുന്നു. അപ്പോൾ റെക്കറൻസ് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്നാൽ ഡിപ്പെൻഡിങ് ഓൺ ദ സർജറി കുറവായിരിക്കും. മറ്റൊരു കോളർ കൂടിയുണ്ട്. നാദാപുരത്ത് നിന്ന് അബ്ദുൽ ഹമീദാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, ഞാൻ ഒരു 5 വർഷം മുമ്പ് എനിക്ക് ഇതിന്റെ ഹെർണിയ ഒരു സർജറി ചെയ്തതാണ്. അപ്പോ ഇപ്പൊ എക്സസൈസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ജിമ്മിന് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി. എവിടെയാണ് സർജറി ചെയ്തത്? ഒരു ഭാഗത്താണോ, ഇൻഗ്വൈനൽ ഏരിയയിലാണോ, അതോ അംബലിക്കസിനാണോ? എവിടെയാണ് ചെയ്തത്? ഒരു ഭാഗത്താണ് ചെയ്തത്. കുഴപ്പമൊന്നുമില്ല. ഒറ്റയടിക്ക് കുറേ വലിയ വെയിറ്റുകൾ എടുക്കാതെ ജിമ്മിൽ പോകുന്ന എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിന് അത് ഹെർണിയയ്ക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും മസിലിനും ടോൺ ചെയ്യാൻ വേണ്ടി ചെറിയ വെയിറ്റുകളിൽ നിന്ന് വലിയ വെയിറ്റുകളിലേക്ക് കൂടുക കാലക്രമേണ. അല്ലാതെ വേറെ ഹെർണിയ വരാനുള്ള പെട്ടെന്ന് പോയിട്ട് അധികം വെയിറ്റ് എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഹെർണിയ വരാനുള്ള ചാൻസ് വരിക. ഒരു ഭാഗത്ത് മാത്രം ചെയ്തതാണ് എങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് വരാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ചെയ്താൽ മതി. ചെയ്യണ്ട എന്നൊന്നുമില്ല. അതുകൊണ്ട് ഓടുന്നതിന് പ്രത്യേകിച്ച് നിയന്ത്രണമുണ്ടോ? ഇല്ല. ഓടാം, എക്സസൈസ് എല്ലാം ചെയ്യാം, ഒരു കുഴപ്പമില്ല. വെയിറ്റ് എടുക്കുന്നത് മാത്രം പെട്ടെന്ന് ഒരു ജിമ്മിൽ പോകുന്നത് പൊതുവെ വളരെ അധികം നമ്മൾ എടുക്കാൻ ശ്രമിക്കും. അത് ഒഴിവാക്കിയിട്ട് നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെയിറ്റുകൾ എടുത്ത് കാലക്രമേണ കൂട്ടി വരികയാണ് ചെയ്യേണ്ടത്. അബ്ദുൽ ഹമീദിന്റെ വ്യക്തമായി എന്ന് കരുതുന്നു. പറവൂരിൽ നിന്ന് ദാസൻ എന്ന പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ദാസൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ.
ആ ഡോക്ടറെ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഡോക്ടർ അത് എനിക്ക് 73 വയസ്സുണ്ട് ഇപ്പോ. എന്റെ ഈ വലത് ഭാഗത്ത് ഈ കാലിന്റെ ഒടി എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അതെ, അവിടെ അല്പം മേലോട്ടായിട്ട് ഒടിയുടെ ഭാഗത്ത് തന്നെയാണ് ഒരു വീക്കമുണ്ട്. ഒരു പിന്നെ ചെറുനാരങ്ങയേക്കാൾ വലിപ്പത്തിൽ ഇങ്ങനെ ഒരു പിന്നെ മുഴ പോലെയുണ്ട്. അതെ. അപ്പൊ മുഴ അധികം വേദനയില്ല, എന്നാൽ ചില സമയത്ത് അതിങ്ങനെ തീരെ ഇല്ലാതെ ആവുകയും ചില സമയത്ത് നമ്മളിങ്ങനെ ചുമ വരുമ്പോൾ ഞാൻ മിക്കവാറും അതിങ്ങനെ താങ്ങി പിടിച്ചിട്ടാണ് ചുമക്കാറുള്ളതെങ്കിലും ചില സമയത്ത് അതിങ്ങനെ തള്ളി വരുന്നത് പോലെ ആവും. അപ്പോ ഏതാണ്ട് നമ്മളുടെ ഒരു പിന്നെ ഒരു ഉണ്ണിയപ്പത്തെക്കാളൊക്കെ വലിപ്പത്തിൽ ഇതിങ്ങനെ തള്ളി വരുന്നത് കാണാം. അപ്പൊ അത് 2 വർഷമായി അത് കണ്ടു തുടങ്ങിയിട്ട് വേദനയില്ല. അപ്പൊ ഈ 2 വർഷത്തിനിടയ്ക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി സ്കാനൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഹെർണിയയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഡോക്ടർ പറഞ്ഞത് പിന്നെ ധൃതി വെച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അതിപ്പോ അങ്ങനെ മുന്നോട്ട് പോട്ടെ, എന്നിട്ട് വേദന എന്തെങ്കിലും വരുന്ന ടൈമിൽ ഇത് ചെയ്താൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞത് കൃത്യമായിട്ട് ഇൻക്വൈനൽ ഹെർണിയ അല്ലെങ്കിൽ ഒടിയിൽ വരുന്ന ഹെർണിയയുടെ ലക്ഷണങ്ങളാണ്. അത് 73 വയസ്സായതുകൊണ്ടും വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൂടെ ഉണ്ടോ? വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് സ്ഥിരമായിട്ട്? ഞാനൊരു ഹാർട്ട് പേഷ്യന്റും കൂടിയാണ്. അത് മറ്റേ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണ്. അതെ. അപ്പോൾ ആ ഹാർട്ടിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള സർജറിക്ക് വരാവുന്ന റിസ്കുകളിൽ കൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. പക്ഷേ ഹെർണിയയ്ക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഹെർണിയ സർജറി തന്നെ വേണം. അത് വലിപ്പം വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയാണ് നല്ലത്. ഹെർണിയ എന്ന രോഗത്തെക്കുറിച്ചാണ് കോൾ സെന്ററിൽ സംസാരിക്കുന്നത്. മണാശ്ശേരി KMCT ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ ഹഫ്സ സാലിം ദാബറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബുക്കത്ത് നിന്ന് ശശികുമാറാണ് വിളിക്കുന്നത്. ശശികുമാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ശശികുമാർ, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഇതിന് മുന്നേ ഞാൻ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്ന ഒരാളാണ്. മണശ്ശേരി മുത്തേരിയാണുള്ളത്. പക്ഷെ അപ്പോ കോളേജിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്തതാണ്. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് 2 ഭാഗത്ത് രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാണ്. ഇപ്പം ഒരു 8 വർഷമായിട്ട് വന്നില്ല. ഇപ്പൊ കാലിന്റെ തൊടയമിലേക്ക് ചെറിയൊരു വീക്കം പോലെ വരുന്നുണ്ട്. അത് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്ന് അറിയാൻ സംശയം. ആവാം. ഇൻക്വൈനൽ നമ്മുടെ ഒടിയിൽ വരുന്ന ഹെർണിയ അതേ സൈഡിൽ തന്നെ ഒരു ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തതാണ്. അത് രണ്ടാമത് 6 മാസം കഴിഞ്ഞ് ചെയ്യണമെന്നാണ്. ഇതുവരെ ചെയ്തില്ല. രണ്ടാമത്തെ ഭാഗത്ത് 6 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗത്ത് ഇപ്പൊ കാലിന്റെ തൊടയമില് ഇങ്ങനെ ഒരു വീക്കം പോലെ വരുന്നുണ്ട്. ആ ഭാഗത്ത് തന്നെയാണോ കാലിന്റെ തൊടയമില് വീക്കം? ചെയ്യാത്ത ഭാഗത്ത് തന്നെയാണോ? ചെയ്യാത്ത ഭാഗത്തേക്കാ ഇപ്പൊ വരുന്നത്. അത് 2 ടൈപ്പ് ആവാം. ഒന്ന് നമ്മുടെ ഒടിയിൽ വരുന്ന ഹെർണിയ തന്നെ ആവാം, അല്ലെങ്കിൽ ഫിമറൽ ഹെർണിയ എന്ന് പറഞ്ഞ ഒരു ഹെർണിയ ആവാം. തൊടയുടെ ഭാഗത്തേക്ക് ഇറങ്ങുന്നത് മുകളിൽ നിന്നല്ല, വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു ഇതാണ് കാണുന്നതെങ്കിൽ രണ്ടും സർജറി ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒടിയിലെ ഹെർണിയ തന്നെ താഴോട്ട് ഇറങ്ങി വരുന്നതാവാം. കുടൽ ഇറങ്ങുന്ന അനുസരിച്ച് വീക്കം കാണാം. ഒരു കംപ്ലൈന്റും വരുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത് ഫിമറൽ ഹെർണിയ ആവാം, അല്ലെങ്കിൽ ഒരു കായല വീക്കം ആവാം. ഏതാണെങ്കിലും ഒരു സർജനെ ഒന്ന് കാണിക്കുക. വേദനയും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കുകയായിരിക്കും നല്ലത്. നന്ദി ശശികുമാർ വിളിച്ചതിന്. ഓച്ചിറയിൽ നിന്ന് സലിം എന്ന പ്രേക്ഷകൻ കൂടി വിളിക്കുന്നുണ്ട്. സലിം, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. 6 വർഷത്തിന് മുമ്പ് ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാണ്. സൈഡിലായിട്ട് ഇപ്പോഴും ചില ദിവസങ്ങളിൽ വിട്ടുവിട്ട് വേദന വരുന്നുണ്ട്. കുറച്ച് കൂടുതൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ യൂറിനൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ അതങ്ങ് മാറുന്നുണ്ട്. എവിടെയാണ് സർജറി കഴിഞ്ഞത്? ഒടിയന്റെ ഭാഗത്താണോ പൊക്കളുടെ ഭാഗത്താണോ? പൊക്കളുടെ സൈഡിലായിട്ട്. പൊക്കളുടെ സൈഡിലായിട്ട്. പൊക്കളുടെ സൈഡിലായിട്ട് വരുന്ന ഹെർണിയ പാരാംബലിക്കൽ ഹെർണിയ. അതിന് അതെ, അത് സർജറി കഴിഞ്ഞിട്ട് 6 വർഷമായി എന്നല്ലേ പറഞ്ഞത്? 6 വർഷമായി. വേറെ എന്തെങ്കിലും? നാട്ടിലുണ്ട് 3 കൊല്ലം കൊണ്ട്. ആയിക്കോട്ടെ. ഇപ്പോഴാണോ വേദന എല്ലാം തുടങ്ങിയത്? ചില ദിവസങ്ങളിലാണ്. അത് എത്ര നാളായി തുടങ്ങിയിട്ട്?
അങ്ങനെ പണ്ട് ഒരു 5-6 മാസമായുള്ളൂ. അത് സർജറി മൂലം അല്ലെങ്കിൽ ഹെർണിയ മൂലം ആകാൻ ചാൻസ് ഇല്ല. എന്നാലും ഒന്ന് കൺസൾട്ട് ചെയ്യുക നല്ലതായിരിക്കും. വേറെ ബുദ്ധിമുട്ടുകൾ വരാം. ഹെർണിയയുടെ മെഷൊക്കെ വെച്ച് ചെയ്ത് സർജറിയിൽ വെക്കും. വലിഞ്ഞു വരുന്നോട്ട് അത് സർജറിയുടെ ഇതാവാൻ ചാൻസ് ഇല്ല. എന്നാലും ഒന്ന് കാണിച്ചു നോക്കുക കേട്ടോ. ശരി, നന്ദി സലീം വിളിച്ചതിന്. ഡോക്ടറെ, നമ്മൾ ശസ്ത്രക്രിയയിലേക്ക് വന്നാൽ ഈ പലരും പറഞ്ഞു കീഹോൾ ശസ്ത്രക്രിയയാണ് ചെയ്തത്. അതുപോലെ ഈ കീഹോൾ ശസ്ത്രക്രിയ ആണോ അതല്ല ഓപ്പൺ ശസ്ത്രക്രിയ ആണോ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ഈ ഹെർണിയ അതിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഹെർണിയ ഏത് ഭാഗത്ത് വരുന്നു, അതിൻ്റെ വലിപ്പം, പിന്നെ എത്രത്തോളം ബുദ്ധിമുട്ട് പേഷ്യൻ്റ് ഉണ്ട്, അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കീഹോൾ ആണോ ഓപ്പൺ സർജറി ആണോ വേണ്ടതെന്ന് ചോദിക്കുക. പിന്നെ ഇതിലെല്ലാം ഉപരിയുള്ളൊരു ഫാക്ടർ കോസ്റ്റ് ഫാക്ടറാണ്. ഓപ്പൺ സർജറിയിൽ താരതമ്യേന വളരെ കുറവാണ് കോസ്റ്റ് ഫാക്ടർ. പല ഇൻഷുറൻസും ഈസിലി കവർ ചെയ്യുന്നൊരു സർജറിയാണ് ഓപ്പൺ സർജറി. എന്നാൽ കീഹോൾ സർജറി കോസ്റ്റ് ഫാക്ടർ വളരെ കൂടാൻ കാരണം നമ്മൾ ഉള്ളിൽ വെക്കുന്ന മെഷിൻ്റെ മെറ്റീരിയൽ തന്നെ വ്യത്യാസമാണ്. ഓപ്പൺ സർജറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പോളിപ്രെപ്ലിൻ എന്ന് പറഞ്ഞൊരു മെഷ് ആണെങ്കിൽ ഉള്ളിൽ നമ്മൾ കോമ്പോസിറ്റ് മെഷുകളാണ് ഉപയോഗിക്കില്ല. അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ കോസ്റ്റ് ഫാക്ടർ തന്നെ ഒരു ശരാശരി ആള് എന്താ പറയുക ഹെർണിയ ചെയ്തു പോകുന്ന കോസ്റ്റിൽ ഒരു മെഷിന് മാത്രം പൈസ വരും. അപ്പോൾ കോസ്റ്റ് ഫാക്ടർ ഇൻവോൾവ് ആകുമ്പോൾ പല പേഷ്യൻസും ഓപ്പണിലേക്ക് മാറാം. കോസ്റ്റ് ഫാക്ടർ ബോധേഡ് അല്ലാത്ത പേഷ്യൻസ് ലാപ്രോസ്കോപ്പി ചൂസ് ചെയ്യാം. പക്ഷേ മിക്കവാറും ലാപ്രോസ്കോപ്പിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എല്ലാ താക്കോൽ ദ്വാരം പോലെ തന്നെ 1-2 ദിവസത്തിൽ വീട്ടിലേക്ക് പോവാം. റിക്കവറി ടൈം ഈ 3 മാസം എന്നുള്ള ഇതൊക്കെ വളരെ ചുരുങ്ങി വെയിറ്റ് എടുക്കാതിരിക്കുക എന്നുള്ള മാത്രത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് നമ്മളെല്ലാ പേഷ്യൻസിനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ ചില സർജറികളിൽ താക്കോൽ ദ്വാരം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഹെർണിയകളിൽ നമ്മൾ അങ്ങനെ പറയുക. പിന്നെ പുതിയ തരമായിട്ടുള്ള ഓപ്പൺ സർജറി ആണെങ്കിൽ പോലും പുതിയ ട്രാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓപ്പൺ ഹെർണിയ റിപ്പയറുകൾ വന്നിട്ടുണ്ട്. അതായിരിക്കും ഇൻസിഷണൽ ഹെർണിയ. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു സർജറി കഴിഞ്ഞ മുറിവിലൂടെ വരുന്ന ഇൻസിഷണൽ ഹെർണിയകൾ ഉണ്ട്. അതിനെല്ലാം നമ്മൾ അബ്ഡോമിനൽ വാൾ റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്യും. ആ ഉദരഭിത്തിയെ തന്നെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സർജറി. അതിന് പല പുതിയ തരം ഓപ്പൺ സർജറികളുണ്ട്. അതിന് അതേ പറ്റൂ. താക്കോൽ ദ്വാരത്തിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ഹെർണിയ ഏത് ടൈപ്പാണ്, ഏതാണ് പേഷ്യൻറ്റിന് ഏറ്റവും ബെനിഫിറ്റ് ചെയ്യാമെന്ന് ഡോക്ടറുമായിട്ട് തീരുമാനിച്ചിട്ട് ഒരു ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ് നല്ലത്. ഡോക്ടർ, ഒരു കോൾ കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹരിപ്പാട് നിന്ന് സുരേന്ദ്രൻ എന്ന പ്രേക്ഷകനാണ്. സുരേന്ദ്രൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എനിക്ക് പിന്നെ വയറ്റിനകത്ത് ആഹാരം എല്ലാം കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കിടന്നു കഴിയുമ്പോൾ മുകളോട്ട് അങ്ങ് ഇടിച്ചു കയറുക, വേറെ ഒന്ന് വെറുക്കുക. അപ്പൊ ഞാനിങ്ങനെ ഒരു ഗ്യാസ്ട്രോയെ കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പരിശീലനം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഹൈറ്റസ് ഹെർണിയായിട്ടാണ് വന്നിരിക്കുന്നത്, റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പം അത് മരുന്ന് വേറെ പല പ്രശ്നങ്ങളുണ്ട്. ക്രിയാറ്റിൻ ഇച്ചിരി കൂടുതലാണ്, നെപ്രോഡം മരുന്ന് കഴിക്കുന്നുണ്ട്, മറ്റ് ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പരുവത്തിന് മരുന്നൊന്നും പറ്റത്തില്ല. ആഹാരമൊക്കെ കൺട്രോൾ ചെയ്ത് കഴിച്ചിട്ട് ഇങ്ങനെ സമയം കുറച്ച് 2 മണിക്കൂർ കഴിഞ്ഞൊക്കെ കിടക്കുക, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മോളോട്ട് കയറുവാണെങ്കിൽ ചില സമയത്ത് അത് വലതുവശത്ത് മുകളിലായിട്ട് നെഞ്ചിന്റെ ഭാഗത്തോട്ട് കയറി വരുന്നുണ്ട് ചില സമയത്ത്. ചിലപ്പോൾ അങ്ങനെയാണ് പ്രശ്നം. അപ്പം മരുന്നുകളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല അതിനായിട്ട്. കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഗ്യാസ്ട്രോ ഡോക്ടർ മരുന്നൊക്കെ നേരത്തെ തന്നിട്ടുണ്ട്. ഇപ്പം മരുന്നൊന്നും കഴിക്കുന്നില്ല. പിന്നെ ഗ്യാസിന്റെ മരുന്നും മറ്റ് മരുന്നുകളും ക്രിയാറ്റിന്റെ മരുന്നുകളും എല്ലാം ഇപ്പൊ തുടർച്ചയായിട്ട് കഴിക്കുന്നുണ്ട്. ഗ്യാസിന്റെ നമ്മള് റാവെൽ എന്നുള്ള മരുന്നും പിന്നെ ഒരു സെൽക്കോള് ടാബ്ലറ്റ് ഇതൊക്കെയാണ് ആഹാരത്തിന്റെ കൂടെ കഴിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്, ഒരു വയസ്സ് 69 കഴിഞ്ഞു. ഹൈറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന്റെ ഒരു ഭാഗം നെഞ്ചിലേക്ക് പതുക്കെ സീപ്പ് ചെയ്ത് കയറി പോകുന്നതിനാണ് നമ്മൾ ഹൈറ്റസ് ഹെർണിയ പറയുക. അതിന് പല ഗ്രേഡുകളുണ്ട്. എൻഡോസ്കോപ്പി ചെയ്യുമ്പോഴാണ് മിക്കവാറും അതിൻ്റെ ഗ്രേഡുകളും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണുക. എൻഡോസ്കോപ്പി ചെയ്യുന്ന ഒരു ശതമാനം ആൾക്കാർക്ക് അത് കണ്ടുവരാറുണ്ട്. വേറെ അസുഖങ്ങളുള്ളതും ഇതിൻ്റെ ഗ്രേഡ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഭക്ഷണ രീതിയിൽ കൺട്രോൾ ചെയ്യുകയും ഈ പറഞ്ഞ പോലെ കിടക്കാൻ കുറച്ചും കൂടി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പൊസിഷൻ, ബാക്ക് കുറച്ച് റേസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കിടക്കുന്ന ഒരു രീതി കണ്ടിന്യൂ ചെയ്തിട്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോവുകയാണെങ്കിൽ സർജറി ഇല്ലാതെ കൊണ്ട് നടക്കാം.
എല്ലാ ബുദ്ധിമുട്ടുകളാണ്, വലിയ പ്രശ്നങ്ങളാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനും നമ്മൾ സർജറി തന്നെ ചെയ്യണം. ഹൈറ്റസ് ഹെർണിയ ആണെങ്കിൽ പോലും സർജറിയാണ് ട്രീറ്റ്മെൻറ്റ്. പക്ഷെ വേറെ അസുഖങ്ങൾ, ക്രിയാറ്റിൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ നമുക്ക് കുറച്ച് ഒരു കൺട്രോളിൽ വരുത്തിക്കാവുന്നേ ഉള്ളൂ. ലൈഫ് ജീവിതം ആ രീതിയിൽ മറ്റു ലൈഫ് കിടക്ക് ഉറങ്ങുന്ന രീതിയൊക്കെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുള്ളൂ. അല്ല, സർജറിയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഈ രീതികളിലൂടെ സർജറി നമുക്ക് റിസ്ക് ഒഴിവാക്കി, സർജറിയിൽ പല റിസ്കുകളും വരുന്നുണ്ട് നിങ്ങൾക്ക്, കിഡ്നിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട്. അതെ, അപ്പോൾ ഇതൊരു കുറച്ചധികം നേരം പിടിക്കുന്ന സർജറി ആയതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ, ആ സർജറി ഒഴിവാക്കാൻ എന്നല്ല, സർജറി ഡിലേ ചെയ്യാൻ എങ്കിലും നമുക്ക് ഇതിലൂടെ പറ്റും. അതെ, വേറെ വഴിയൊന്നുമില്ല. ഇല്ല. ഡോക്ടർ, അവസാനമായി ഒരു ഡൗട്ട് കൂടി ഡോക്ടർ. നമ്മൾ ഈ ഇതിന് ഹെർണിയയ്ക്ക് നമ്മൾ സർജറി കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ, നമ്മൾ പഴയ ആ ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുപാട് സമയമെടുക്കും? ഇല്ല, പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ പോലെ അല്ല. പണ്ടെല്ലാം 6 മാസം മെഷൊന്നും ഉപയോഗിക്കാതെ തുന്നി വെച്ചിട്ട് റെസ്റ്റ് തന്നെയായിരുന്നു, ബെഡ് റെസ്റ്റ് തന്നെ പറഞ്ഞിരുന്ന സമയം. ഇന്നത്തെ കാലത്ത് നമ്മൾ ഓപ്പൺ സർജറി ആണെങ്കിൽ ആ നീരെല്ലാം ഒന്ന് സെറ്റിലായി, ഈ വയ്ക്കുന്ന മെഷ് നമ്മുടെ പുറത്തെ ഒരു എക്സ്റ്റേണൽ ഒരു എക്സ്റ്റേണൽ ഫോറിൻ ഐറ്റമാണ്. അത് നമ്മുടെ ശരീരമായിട്ട് അലിഞ്ഞ് ചേർന്ന് അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് നിൽക്കാനുള്ളൊരു സമയം മാത്രമാണ് നമ്മൾ പറയൽ. അതിലും ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ ഓപ്പൺ സർജറി വളരെ ചുരുക്കം, ഒരു ചെറിയ ഹെർണിയക്കൊക്കെ ചെയ്താൽ അത്ര വലിയ റെസ്റ്റ് ഒന്നും വേണ്ട.